ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തന്ത്രിയും ഏറ്റവും അവസാനമായി അറസ്റ്റിലായി. നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം. സ്വർണ്ണപ്പാളി കൊള്ളക്കേസിൽ ആരൊക്കെയാണോ കുറ്റവാളികളെന്ന് അന്വേഷിക്കുന്നവർ കണ്ടെത്തിയാൽ ശക്തമായ നടപടികളുമായിട്ട് അവർ മുന്നോട്ടേക്ക് പോവുക തന്നെ വേണം. അതാരായിരുന്നാലും, അത് മന്ത്രിയായിരുന്നാലും തന്ത്രിയായിരുന്നാലും ആ നിലയ്ക്ക് അന്വേഷണത്തിൽ SIT കുറ്റക്കാരാണ് എന്ന് അവർക്ക് തെളിവുകൾ സഹിതം അവർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം അന്വേഷണം ശക്തിപ്പെടുത്തിക്കൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് പോവുക തന്നെ വേണം. പക്ഷേ ഈ അന്വേഷണത്തിൽ ഒട്ടേറെ സംശയങ്ങൾ ഉദിക്കുന്നു. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്ന് പറയുന്നു. പിന്നീട് എന്തുണ്ടായി? അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ചുമതലക്കാരായി നിന്നിരുന്ന, അന്നത്തെ തീരുമാനമെടുത്ത യോഗത്തിൽ പങ്കെടുത്ത, മിനിറ്റ്സിൽ ഒപ്പുവെച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും എല്ലാവരും കുറ്റക്കാരാണെന്നും അവരെ എന്തുകൊണ്ട് കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ചോദ്യം ഉയർന്നിട്ട് നാളുകൾ എത്രയോ ആയി. എന്നിട്ട് ഇപ്പോഴും അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ ശങ്കർദാസ് ഇന്ന് കേസിൽപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലാവുന്നില്ല. ഇതെല്ലാം ഒട്ടേറെ സംശയങ്ങൾക്ക് ഇട നൽകുന്ന ഒരു കാര്യമാണ്.